ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് വീഡിയോ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ബാങ്ക് നിഫ്റ്റി നമ്മൾ പ്ലാനും ട്രേഡ് പ്ലാനും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ പറയുന്ന കാര്യം ആദ്യം നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാനിന് ശേഷമാണ് ഈ സ്റ്റോക്സിലേക്ക് വന്നിട്ടുള്ളത്. സോ അപ്പോൾ നിങ്ങൾ 2 വീഡിയോ ആയിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് വീഡിയോ ആണ് ഇതെങ്കിൽ ആദ്യത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യത്തെ വീഡിയോ കാണുക കേട്ടോ. അപ്പോഴാണ് ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാൻസ് ഇതിലേക്ക് നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, വെയിറ്റേജ് സ്റ്റോക്സ് നമ്മളൊരു ടോട്ടലി 5 സ്റ്റോക്സ് ബേസ് ചെയ്തിട്ട് 2 ഇന്ത്യൻ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എന്തൊക്കെയാണ് നോക്കണേ, HTF അനാലിസിസും സപ്ലൈ ഡിമാൻഡും ട്രേഡ് പ്ലാനും. ഈ ഇൻഡിവിജ്വൽ എല്ലാ സ്റ്റോക്കിൻ്റെ കണ്ടീഷനും നമ്മൾ എടുക്കുന്നുണ്ട്. സോ അത് ഡീറ്റെയിൽ സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം. അപ്പോൾ എപ്പോഴും നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് വരാം. നമുക്ക് എപ്പോഴും നിങ്ങളൊരു 4 സ്ക്രീനായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഞാൻ ആദ്യം അനാലിസിസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 സ്ക്രീനിൽ 4 കാര്യങ്ങൾ ആഡ് ചെയ്ത് ചെയ്യാം. ഇത് ട്രേഡിംഗ് വ്യൂവിലാണെങ്കിൽ പ്രീമിയം നമുക്ക് ആവശ്യം വരും. പക്ഷേ നിങ്ങൾക്ക് ബ്രോക്കറിൻ്റെ പാനലിൽ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾ പ്രീമിയം എടുക്കുന്നതെന്ന് പറയാനുള്ള, അപ്പോൾ അത് ബ്രോക്കറിൻ്റെ പാനലിൽ ചെയ്യാം. എല്ലാത്തിലും അവൈലബിൾ ആണ്. നമ്മളെ ഫയേഴ്സ് അതേപോലെ ഈ പറയുന്ന എല്ലാ ബ്രോക്കറിലും ഈ പറയുന്ന 4 സ്ക്രീനായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 2 സ്ക്രീനിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഈ 2 സ്റ്റോക്സ് വെച്ചിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ HDFC ആണ്, ബാങ്ക് നിഫ്റ്റി ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോണേ. അപ്പോൾ HDFC വീക്കിലി നമ്മൾ എടുത്തു. എഗെയിൻ ICICI നമ്മൾ വീക്കിലി എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ HDFCയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രോപ്പറായിട്ട് കണ്ടോ, ഇത്രയും വലിയ റിജക്ഷൻ വരും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി സ്ട്രക്ചർ അല്ല, ഇതൊക്കെ എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് ന്യൂസ് ബേസ്ഡ് അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നെഗറ്റീവായിട്ടുള്ള. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് HDFCയിൽ ഇത്രയും വലിയൊരു ഫോള് വീക്കിലി ഉണ്ടായിട്ടുള്ളത്. സോ അതിനുശേഷം നല്ല രീതിയിൽ ഒരു ഡയറക്ഷൻ ഇവിടെ നിന്ന് HDFC തന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഇൻറ്റേർണലി നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഡയറക്ഷൻ അല്ലേ, അപ്പ് സൈഡിലേക്ക് ഒരു ഡയറക്ഷൻ കാണാം. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ വീക്കിലി നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താണ്, ഇവിടെ നിന്നുള്ള ടോട്ടൽ പുഷിൻ്റെ ഇക്വിലിബ്രിയം. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ അനാലിസിസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യണം, വീക്കിലി മാർക്കറ്റ് എന്താണ്, ബുള്ളിഷ് ആണ് അല്ലേ. ഈ ഹൈനെ ടാർഗറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ എവിടെയാണ് ബൈ സോൺ ഉള്ളത്? ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് ഡിമാൻഡാണ്, മേജർ ഡിമാൻഡ് ഇവിടെയാണ്. പിന്നെ എവിടെയാണ് ഇക്വിലിബ്രിയം സോൺ അല്ലെ, 50% സോൺ എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ ഇവിടെ നിന്ന് ഒരു ബൈയിങ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വീക്കിലി പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എടുത്തു, ഇവിടെ വന്നു, എഗെയിൻ ഈ ഹൈ ടാർഗറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഏകദേശം HDFC കണ്ടിന്യൂഷൻ നല്ല രീതിയിൽ ബൈയിങ്ങിനെയും ആ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ HDFC ഇവിടെ നിന്ന് എത്ര പെർസെൻറ്റേജ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഇപ്പോൾ നിൽക്കുന്ന സോണിൽ നിന്നാണെങ്കിൽ HDFC ഏകദേശം 7% ഗ്രോത്ത് വരാനുള്ള കാര്യങ്ങളുണ്ട്. സോ നമുക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്വിങ്ങിലേക്കൊക്കെ ടെക്നിക്കലി മാത്രമാണ് ഞാൻ നോക്കിയിട്ട് പറയുന്നത്. ഫണ്ടമെൻറ്റൽസും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം നിങ്ങൾ ഈ എൻട്രിയിലേക്ക് കയറണമെങ്കിൽ കയറാം. അപ്പോൾ ടെക്നിക്കലി മാത്രം ബേസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാം. ഫണ്ടമെൻറ്റൽസ് നോക്കുന്ന നല്ലതാണ് ലോങ് ടൈമിലേക്കൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ. സോ കറൻ്റ്ലി ഉള്ള ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വീക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നിങ്ങൾ നോക്കി ഇവിടെ HDFCയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു റേഞ്ച് ആയിരുന്നു. കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഡെയിലി വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈയും ഈ ഒരു ലോയും അല്ലേ, അതിനുള്ളിൽ കുറച്ചധിക കാലമായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ് അല്ലേ, ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിനുള്ളിൽ പല കണ്ടീഷൻസും ഉണ്ടാവും. ലോ ടൈം ഇതിന് നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടാവും ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾ ലോ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുന്നതോറും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ റേഞ്ച് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഈ ഹൈ ഇതാണ് മേജറായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുള്ള ഹൈ. സോ ഇതിന് ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മൊമെൻറ്റം മുകളിലേക്ക് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മൾ ആ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 1676 എന്ന് പറയുന്ന റേഞ്ച്. സോ ഇതിനെ ബ്രേക്ക് ചെയ്താൽ നല്ലൊരു പുഷ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് വീക്കിലി കേട്ടോ. അപ്പോൾ സമയം എടുക്കുന്ന കാര്യമാണ്. 5 ദിവസം സമയം എടുത്താലേ നമുക്ക് അറിയുള്ളൂ ഇതിന് മേളിൽ ക്ലോസ് ചെയ്യാം. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്കിതിൻ്റെ കണ്ടിന്യൂഷൻ എന്തായി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീക്കിലി നോക്കി. ഇനിയിപ്പോൾ നമ്മൾ ഡെയിലിയിലേക്ക് വരുന്ന സമയത്ത് ഡെയിലി നമുക്ക് നോക്കാനുള്ളത് എവിടെ നിന്നാണ്, ഡെയിലി സ്ട്രക്ചർ നമുക്ക് നോക്കണം. കണ്ടോ, ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള സെൽ ഓഫ് വന്നു. എഗെയിൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡെയിലി നല്ല രീതിയിൽ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് താഴേക്ക് തന്നു. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു, മേളിലേക്കൊരു ട്രെൻഡ് റിവേഴ്സൽ തന്നിട്ടുണ്ട്.
അല്ലേ? അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുകയാണ്, HDFC ഇവിടെ ബുള്ളിഷ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം മാർക്കറ്റ് എന്താ ചെയ്തത്? മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കേ, സിമ്പിളായിട്ട് നിങ്ങൾ ഡയറക്ഷൻ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ, സ്ട്രക്ചർ മാത്രം നോക്കുക. കണ്ടോ, എഗെയിൻ മാർക്കറ്റ് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തപ്പോൾ പുതിയൊരു ഹൈ ക്രിയേറ്റ് ആയി. ഇനി ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുക. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യണം? പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. സോ കറൻ്റ്ലി മാർക്കറ്റ് ഈ ബ്രേക്കിന് ശേഷം റീടെസ്റ്റ് വന്നു. എങ്ങോട്ടേക്കാണ് പ്രോപ്പർ റീടെസ്റ്റ് വന്നിട്ടുള്ളത്? പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഡിമാൻഡ്, അതിനുശേഷം മാർക്കറ്റിൽ ഡിമാൻഡ് അല്ല, ബയേഴ്സ് ആക്റ്റീവ് ആകുമ്പോഴാണ് എപ്പോഴും എന്താവുക, ഈ പറയുന്ന ലെവലിൽ ആരാണ്? സെല്ലേഴ്സാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടോ, നല്ല ഹ്യൂജ് ക്യാൻഡിൽ റിജക്ഷനാണ് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ റിജക്ഷന് ഇവിടെ എന്താണ്, ഒരു പ്രോപ്പറായിട്ടുള്ള ക്യാൻഡിൽ ക്ലോസ് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? സെല്ലേഴ്സിനേക്കാൾ കൂടുതൽ ബയേഴ്സ് അവിടെ ആക്റ്റീവായി. സോ ഇവിടെ നല്ലൊരു ഡിമാൻഡ് മാർക്കറ്റ് വന്നു. എഗെയിൻ ഡിമാൻഡിൽ നിന്ന് മാർക്കറ്റ് എഗെയിൻ ഈ ഒരു ഹൈയിലേക്ക് വന്നു. ക്യാൻഡിൽ ക്ലോസ് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, നമ്മളതൊരു ബ്രേക്ക് ഔട്ടായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെയാണ് നമുക്ക് നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് വേണ്ടത് അല്ലേ? ഈ ഒരു ലെവലിനെ നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ വീക്കിലി കണ്ടോ, ഈ ഒരു സോൺ ഇവിടെ ഉണ്ട്. സോ നമുക്ക് കറൻ്റ്ലി ഇവിടെ നിന്ന് മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുമ്പോൾ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, പുതിയ ഹയർ ഹൈക്ക് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഈ പറയുന്ന ഹൈനെ ക്ലോസ് ചെയ്യണ ക്യാൻഡിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഡെയിലി കണ്ടീഷനാണ്. അപ്പോൾ ഡെയിലി ഡിമാൻഡ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, കുറച്ച് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഡിമാൻഡ് നമുക്ക് കിട്ടി അല്ലേ? ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇനി അതിൻ്റെ ലോ ടൈം ഫ്രെയിമിലേക്ക് പോയി നമുക്കൊരു പ്ലാൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടെയും വീക്കിലി ആൻഡ് ഡെയിലിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. ICICI കേസും കൂടെ നോക്കാം. അപ്പോൾ വീക്കിലി ICICI നോക്കുന്ന സമയത്ത് ഇവിടെ പ്രോപ്പറായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഇവിടെയും നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള എൻട്രി നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ. നമുക്ക് അതിലേക്ക് പോകാം, കാണിച്ചു തരാം. നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ നോക്കാം കേട്ടോ. അതിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഈ പറയുന്ന മൊമെൻ്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഒരു പ്രോപ്പർ ഡിമാൻഡ്സ്. അപ്പോൾ ഇത് ന്യൂസ് നമ്മുടെ ഇലക്ഷൻ്റെ കേസ് ആയതുകൊണ്ട് അതിന് ശേഷം മാർക്കറ്റ് ഡിപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. സോ ടോട്ടലി മാർക്കറ്റ് വന്നിട്ടുള്ള ഇവിടെയാണ് ഡിമാൻഡ് സോണേ, ഈ ഒരു ലെവലാണ് ഡിമാൻഡ് സോണെങ്കിലും നമ്മളത് ആ ലോയിൽ നിന്ന് തന്നെ കൺസിഡർ ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ ഇവിടെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പുഷ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല അഗ്രസീവ് പുഷ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതൊരു ഡിമാൻഡായിട്ട് എടുത്തിട്ടുള്ളത്. മനസ്സിലായോ? കൂടുതൽ ആളുകൾ ബൈയിങ് നടന്നിട്ടുള്ള സോണാണ് നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലേ? മേജർ ലോ, നല്ലൊരു സ്ട്രോങ് ലോ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ലെവലിനെ ക്രോസ് ചെയ്യണം, അല്ലാതെ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കണ്ടോ, അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ബൈയിങ് ആണ് മാർക്കറ്റിലുള്ളത്. അതിൻ്റെ പ്രോപ്പർ ഈ വന്ന ടോട്ടൽ പുഷിൻ്റെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രോപ്പറായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുള്ളത്. ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം കറക്റ്റ് ഇക്വിലിബ്രിയത്തിൽ വന്നിട്ട് അല്ലേ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇതൊക്കെ. ഇവിടെ വന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്? ടാർഗറ്റ്. അപ്പോൾ ഏകദേശം വീക്കിലി ടാർഗറ്റിലേക്ക് മാർക്കറ്റ് ഓൾറെഡി വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇവിടെ വന്നു എഗെയിൻ മാർക്കറ്റിങ്ങോട് ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, സോ ഏകദേശം എത്ര പെർസെൻറ്റേജ് ആണ് ശരിക്കും ഇവിടെ നിന്ന് മൊമെൻറ്റം കിട്ടിയിട്ടുള്ളത്? അറൗണ്ട് ഒരു 8% മൂവ്മെൻറ്റ്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഈ ഒരാൾ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമല്ല നിഫ്റ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. നിഫ്റ്റി ടു സ്ട്രോങ് ആണ്, ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. അതിൽ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ആരെടുത്തിട്ടുണ്ട്? ഈ പറയുന്ന ICICI എടുത്തിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയുടെ കൂടെയായിരിക്കും നമ്മൾ ICICI അനലൈസ് ചെയ്യണത്. ഇതിനെ നമ്മൾ നിഫ്റ്റിയിലേക്ക് കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടോ, നിഫ്റ്റിയുടെ വെയിറ്റേജ് സ്റ്റോക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ആക്സസും ഈ പറയുന്ന ടോപ്പ് 1 2 3 4 5 വരുന്ന ഒരാൾ തന്നെയാണ്. സോ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്ത് പോരുക കേട്ടോ. സോ ഇനി ഡെയിലിയിലേക്ക് നമുക്കൊന്ന് സ്വിച്ച് ചെയ്യാം. ഡെയിലിയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം ആൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ നല്ലൊരു ഹയർ ഹൈ ഫോർമേഷൻ ഇവിടെ കാണാം അല്ലേ? ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, പുതിയ ഹയർ ഹൈ ആണോ എന്നുള്ള ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? ബ്രേക്ക് ഔട്ട് തന്നിട്ട് തന്നെയാണ് നിൽക്കുക. സോ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അല്ലേ, ഇവിടെ വീക്കിലി ടാർഗറ്റാണ്. അപ്പോൾ നമ്മളുടെ ട്രെൻഡ് പ്രകാരം എന്താ, പുതിയ ഹയർ ഹൈ എടുക്കണം. ഇത് ബ്രേക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇവിടം വരെ ടാർഗറ്റ് ചെയ്യാനാണ് നമുക്ക് പ്ലാൻ ഉള്ളത്. അപ്പോൾ ഡെയിലിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതാണ് രണ്ടുപേരുടെയും സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഓൾറെഡി ഈ പറയുന്ന ICICI സ്ട്രോങ് ആണ്, HDFC ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ? HDFC ഇനിയും മേളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ICICI ഓൾറെഡി ടാർഗറ്റ് വന്നു. ഇവിടെ നിന്ന് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം എഗെയിൻ ഡെയിലിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഡെയിലിയിൽ ICICIയിലെ മേജർ കറൻ്റ്ലി ഉള്ള ഡിമാൻഡായിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റാം ഈ പറയുന്ന ലെവലാണ്. ഇതാണ് കറൻ്റ്ലി
ഡിമാൻഡ് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ അഗെയിൻ റിവേഴ്സ് താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇക്വിലിബ്രിയം ബേസ് ചെയ്തിട്ട് ഒരു ബൈയിങ് ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെയിലിയിലേക്ക് ഞാൻ പ്ലാനിൽ നമുക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് പ്രോപ്പർ പ്ലാൻ നോക്കാം അല്ലേ, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. സോ നമുക്കിനി 4 ഹവറിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. രണ്ടുപേരെ നമുക്ക് 4 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യാം. 4 ഹവറിലേക്ക് വരുമ്പോഴും നമുക്കിവിടെ നല്ലൊരു റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഇൻഡിക്കേഷൻ ക്യാൻഡിനുള്ളിൽ നല്ല രീതിയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ടായി, കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, നല്ല അക്യുമുലേഷൻ ആയിരുന്നു. അതിനുശേഷം മാനിപ്പുലേഷൻ ഇവിടെ നടന്നു. കണ്ടോ, താഴേക്കുള്ള ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ടാണ് മാർക്കറ്റ് പിന്നെയുള്ളത് എവിടെയാണ്, മേളിലേക്ക് അല്ലേ, പ്രോപ്പറായിട്ട് മേളിലത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡേഴ്സ് കറക്റ്റായിട്ട് മാർക്കറ്റ് കളക്ട് ചെയ്ത് മൂവ് ചെയ്തായിട്ട് കാണാം. അപ്പോൾ ഇവിടെ 4 ഹവറിൽ നമുക്ക് ക്ലാരിറ്റി, നിങ്ങൾക്ക് ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ എവിടെയെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, 4 ഹവറിലേക്ക് സ്വിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 1 ഹവറിലേക്ക് ഒന്ന് നോക്കാം. 1 ഹവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ്, അപ്പോൾ സ്ട്രക്ചർ എപ്പോഴും താഴേന്ന് നോക്കണേ. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇമ്പൾസീവ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കൺഫ്യൂസ്ഡ് ആവും നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് താഴെ കാണാം അല്ലേ. ഇവിടെ നമുക്ക് നോക്കാം, രണ്ടും ഒരുമിച്ച് പോകാം അല്ലേ. ഇവിടെ ഒന്നും പറയാനില്ല, പ്രോപ്പറായിട്ട് നല്ലൊരു പുഷാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ, ഇതൊരു ഇമ്പൾസീവ് മൂവിന് ശേഷം എഗെയിൻ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നു, എഗെയിൻ പിന്നെയും ട്രെൻഡ് ചേഞ്ച് ചെയ്തു. അതിൻ്റെ റീസൺ എന്താ, ഇത് പ്രോപ്പറായിട്ടുള്ള ഇക്വിലിബ്രിയം സോണാണ്. അവിടെ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കി തരും മാർക്കറ്റ്, മനസ്സിലായോ. അപ്പോൾ എഗെയിൻ നമ്മൾ 15 മിനിറ്റിലേക്ക് 30 മിനിറ്റ്സിലേക്കും കൂടെ പോയിട്ട് 15 മിനിറ്റിലേക്ക് വരാം. ഓക്കെ, ഇവിടെ 30 മിനിറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ട്രക്ചർ അല്ലേ, ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട്, എഗെയിൻ ലോ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെ 30 മിനിറ്റ്സിൽ നമുക്കൊരു സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലേ. സോ 30 മിനിറ്റിൽ നമുക്ക് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ കൺസിഡർ ചെയ്യണമെങ്കിൽ, അപ്പോൾ നിങ്ങൾ 13ഓ 15ഓ കൺസിഡർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ അതാണ് നിങ്ങൾ നിങ്ങളുടെ പ്രോ ട്രെൻഡായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹൈ ടൈം ഫ്രെയിം ഡയറക്ഷനായിട്ട്. അപ്പോൾ നമ്മൾ 13ഉം 15ഉം കൂടെ കോർഡിനേറ്റ് ചെയ്താണ് നമ്മൾ നോക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, 30 മിനിറ്റിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് തന്നെയാണ്. പ്രോപ്പറായിട്ട് ബ്രേക്ക് ഔട്ട് തന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു നോക്കിയേ, കണ്ട ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. അതിന് ശേഷം ഈ പറയുന്ന സോണിൽ നിന്ന് കറക്റ്റായിട്ടൊരു റീടെസ്റ്റ് തന്ന് മാർക്കറ്റ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അടുത്ത ദിവസങ്ങളിൽ HDFC അഗെയിൻ സ്ട്രോങ് ആവാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. കാരണം ഇതായിരുന്നു ഫസ്റ്റ് ബൈങ് സോൺ, അവിടെ നിന്നാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും കേട്ടോ. 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്താലും കണ്ടോ, കണ്ടോ, അപ്പോൾ 15 മിനിറ്റിൽ പ്രോപ്പറായിട്ട് ഇങ്ങോട്ട് കറക്റ്റ് ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് കറക്റ്റ് ഇക്വിലിബ്രിയത്തിൽ വന്നിട്ടാണ് മാർക്കറ്റ് പുഷ് ചെയ്തത് അല്ലേ. നല്ലൊരു കൺഫർമേഷനാണ് നമുക്ക് ഇവിടെ HDFCയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ലെവലിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം, ഇതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. ഇങ്ങോട്ടേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ. സോ ഇവിടെ 15 മിനിറ്റിൽ നാളെ എഗെയിൻ മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ബൈയിങ് സോൺ വരിക, നിങ്ങൾക്ക് ടാർഗറ്റ് ലെവലായിട്ട് ഈ ഒരു ലെവലിലേക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് HDFCയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഈ ഒരു ലെവലെത്തുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ മാത്രം സെൽ ഓഫ് വരാം. അപ്പോൾ 15 മിനിറ്റിൽ നമ്മളൊരു പ്ലാൻ നോക്കുകയാണെങ്കിൽ തന്നെ ഈ വന്നതിൻ്റെ പുഷിൻ്റെ ഇക്വിലിബ്രിയം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ വന്നതിൽ ഇനി എഗെയിൻ ഒരു റീടെസ്റ്റ് കിട്ടാനാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ എടുത്തിട്ടുള്ള എൻട്രീസിലേക്ക് നോക്കാവുന്നതാണ്. കണ്ടോ, ഈ ലെവൽ കേട്ടോ, ഗ്രീൻ കൊടുക്കാം. ബൈയിങ് ലെവൽ ആയതുകൊണ്ടാണ് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്ക് അനാലിസിസ് നമ്മൾ വീക്കിലി ആയിരിക്കും ഡിസ്കസ് ചെയ്ത് പോവുക. ബാക്കി ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് നമുക്ക് ഡെയിലി കണക്ട് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് സംഭവം, ഇവിടെ പ്രോപ്പറായിട്ടൊരു റേഞ്ച് കണ്ടോ, ഇവിടെ 30 മിനിറ്റ്സിൽ നമുക്ക് നോക്കുമ്പോൾ പ്രോപ്പറായിട്ട് ചെറിയൊരു ക്യാൻഡിൽ ക്ലോസ് അല്ലേ, ഇവിടെ നല്ല രീതിയിലൊരു കൺസോൾട്ടേഷൻ കാണാം. എന്നാലും നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ, ഇതേപോലത്തെ സിറ്റുവേഷൻസ് മൈന്യൂട്ടായിട്ടൊരു ക്യാൻഡിൽ ക്ലോസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 15 മിനിറ്റിലേക്ക്, അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ 15 മിനിറ്റിലേക്ക് നിങ്ങൾ ഒന്ന് സ്വിച്ച് ചെയ്യുക. കണ്ടോ, 15 മിനിറ്റിൽ നോക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇവിടെയാണ് പ്രോപ്പർ ബ്രേക്ക് ഔട്ട് അല്ലേ, ഇവിടെയാണ് പ്രോപ്പർ ബ്രേക്ക് ഔട്ട് 15 മിനിറ്റിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതാണ് ഡിമാൻഡ് സോൺ. സോ ഇതിൻ്റെ ഇക്വിലിബ്രിയം എവിടെയാണ്, കണ്ടോ, അപ്പോൾ ഇവർ രണ്ടുപേരും കറൻ്റ്ലി ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് ഈ പുഷ് ക്രിയേറ്റ് ചെയ്തത്. കണ്ടോ, ഈ പുഷ് ക്രിയേറ്റ് ചെയ്തത് കണ്ടോ, രണ്ടുപേരുടെ കോർഡിനേഷൻ കണ്ടോ. അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി അന്നത്തെ ദിവസത്തിൽ അത്രയും മൊമെൻറ്റം, കഴിഞ്ഞ ദിവസം 800 പോയിൻ്റ് എടുത്ത് റാലി ചെയ്തതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായാലോ. ഇതേപോലെ കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ച് സമയം മാർക്കറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്, മനസ്സിലായോ. അതിൽ നിങ്ങൾ വലിയ പാടാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് 2-3 പ്രാവശ്യം നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരും കാര്യങ്ങൾ. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഇക്വിലിബ്രിയം ഞാൻ ഈ ഒരു ബ്ലൂ കൊടുക്കാവേ. ഇതാണ് ഡിമാൻഡ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതാണ് കറൻ്റ്ലി നമ്മളുടെ
പ്ലാൻ നമ്മളുടെ ഈ പറയുന്ന HDFC ICICI. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ് സ്ട്രോങ് ആണ് അല്ലേ? നമുക്ക് മനസ്സിലായി HDFC ആൻഡ് ആക്സിസ് സ്ട്രോങ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ നല്ലൊരു പുഷ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ എടുക്കേണ്ട കാര്യം നിങ്ങൾ വർക്കൗട്ട് ചെയ്യട്ടെ. ഇവിടെ പ്രോപ്പറായിട്ട് വന്നു. ഈ ഒരു ലെവലിൽ ആണ് നമ്മൾ LT അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. സ്ട്രോങ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബൈയിങ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് ലോ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഞാനത് പറയാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലെങ്ത് ആവും സെക്ഷൻ. അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്തത്. ഓക്കെ, ഈ ടോട്ടൽ പൊസിഷൻ്റെ ഇക്വിലിബ്രിയം ഇവിടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബൈയിങ് ഉള്ളത്. ഇവിടെ നമുക്ക് LTF എടുത്തിട്ട് ഒരു ബൈ ഡിപ്പിൽ ഇനി അടുത്തൊരു ബൈയിങ് നടക്കാൻ പോസിബിലിറ്റി ഉള്ള സ്ഥലം ഇതാണ്. സോ അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഈ പ്ലാൻ അവിടെ കിടക്കട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം നോക്കാം എന്തായി എന്നുള്ളത്. ഇതാണ് കറണ്ട്ലി സിറ്റുവേഷൻ. ഇനിയിപ്പോൾ നമുക്ക് ആക്സസ് ICICIയിലേക്ക് വന്നാലും ഇതാണ് കറണ്ട്ലി ലെവൽ. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ബൈയിങ് ലെവൽ നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് മാർക്ക് ചെയ്യാം. യെസ്, ഓക്കെ, ഇതാണ് കറണ്ട്ലി ഉള്ള സോൺ. സോ ഈ വന്നിരിക്കുന്ന കണ്ടീഷനിൽ അഗെയിൻ ഇവിടെ ഒരു ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പ് സൈഡിലേക്ക് നോക്കാം. ഓൾറെഡി ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇൻ കേസ് ഇത്ര ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. യെസ്, 3 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ ബ്രേക്ക് ഔട്ട്. ഓക്കെ ഫൈൻ. ഓക്കെ 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 ഇത് ഇവിടെ നല്ലൊരു റേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടേ. ഇതുണ്ടോ 3 മിനിറ്റിലാണോ 5 മിനിറ്റ്സിലേക്ക്? യെസ്, 5 മിനിറ്റ്സിലേക്ക് നോക്കിയാലും ഇതൊരു കംപ്ലീറ്റ് റേഞ്ച് ആയിരുന്നേ. അതിന് ശേഷം നല്ല രീതിയിലൊരു പുഷ് മേളിലേക്ക് വന്നു. ഇവിടെ നല്ല ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യെസ് പ്രോപ്പർ ഇക്വിലിബ്രിയം സോണിലാണ് നിൽക്കുന്നത്. നോക്കാം, റിസ്ക് ആണ്. നമുക്ക് ഇവിടെ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ നോക്കി നിങ്ങൾക്ക് കയറാട്ടോ. ഒരു മെർബൂസ് സ്ട്രോങ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസ് കാര്യങ്ങൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. LTF അല്ലേ ഇവിടെ ക്യാൻഡിൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈയിങ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ 1 മിനിറ്റിലേക്ക് വരുമ്പോൾ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. 1 മിനിറ്റിൽ നമുക്കൊരു സ്ട്രക്ചർ കാണാം. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ ഒരെണ്ണം കിടക്കട്ടെ. ഇവിടെ നിങ്ങൾക്കൊരു 1 മിനിറ്റ് കൺഫർമേഷൻ നിങ്ങൾക്ക് കൂടെ നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് മേളിലേക്ക് നോക്കാം. ഇപ്പോൾ കാരണം എന്താ, ഇവിടെ പ്രോപ്പറായിട്ട് ഡയറക്ഷൻ 1 മിനിറ്റിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ആ ലെവലും കൂടെ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ഇവിടെ നിന്നൊക്കെ ബൈയിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങളപ്പം നോക്കേണ്ട കാര്യം എന്താ, ഈ ലെവൽസ് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു അലേർട്ട് സെറ്റ് ചെയ്ത് നോക്കാം. അലേർട്ട് എനിക്ക് തോന്നുന്നു ഇതിൽ മാത്രം പറ്റുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതേപോലെ അലേർട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഇതൊക്കെ അലേർട്ട് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ബാങ്ക് നിഫ്റ്റി നല്ലൊരു സ്റ്റോക്സ് എല്ലാം ബൈയിങ് സോണിലേക്ക് വന്നിട്ടുണ്ട്. സോ മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനത്തെ സിനാരിയോസ് ഉണ്ടാകുന്ന സമയത്ത് നല്ല പുഷ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കിയിട്ട് നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് അടിപൊളി ട്രേഡ്സ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? അപ്പോൾ അത് ലോജിക്കലി നിങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. ഇതാണ് കറണ്ട്ലി സിറ്റുവേഷൻ എന്നുള്ളത്. നിങ്ങളിത് പ്ലോട്ട് ചെയ്ത് വെച്ച് ഞാൻ ഈ വരച്ച് മാർക്ക് ചെയ്യുന്ന സ്ഥലം നോട്ട് ചെയ്ത് വെക്കാതെ നിങ്ങൾ ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത് ഇതേപോലെ ചെയ്താലാണ് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമ്മളിപ്പോൾ ആക്സസും ഇതും കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് SBI എന്താണ് കണ്ടീഷൻ നോക്കാം. വീക്ക്ലിയിലേക്ക് പോവാം. അതുപോലെ ബജാജിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാം. വീക്ക്ലിയിലേക്ക് പോവാം. ബജാജ് നല്ല വീക്ക്ലിയിൽ ബജാജ് എന്താ ചെയ്തിട്ടുള്ളത്? ബജാജ് ഇവിടെ പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു റിവേഴ്സൽ സിനാരിയോ ആണ് അതിൻ്റെ. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ബജാജിൻ്റെ ന്യൂസ് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് ബജാജ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ വീക്ക്ലി നോക്കുന്ന സമയത്ത് ബജാജിൻ്റെ അവസ്ഥ എന്താ, ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് ഇവിടെയാണ് തന്നിട്ടുള്ളത്. കണ്ടോ, വീക്ക്ലിയിലേക്ക് നോക്കുമ്പോൾ കംപ്ലീറ്റ് സ്ട്രക്ചറിലേക്ക് തന്നെ കണ്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു ബ്രേക്ക് ഔട്ട് ബജാജിൽ. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. എഗെയിൻ ഇതൊരു പുൾ ബാക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമോ? ഇല്ല. കാരണം എന്താ, ഇതൊരു റേഞ്ചാണ്. ഈ ഒരു ക്യാൻഡിലിനെ ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പുൾ ബാക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. മനസ്സിലായോ? ചിലപ്പോൾ അതിൻ്റെ ലോ ടൈം ഫ്രെയിമിൽ അവിടെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല, പുൾ ബാക്കായിട്ട് കൺസിഡർ ചെയ്യില്ല. സോ ഈ ഒരു ബ്രേക്ക് ഔട്ടിന് മുമ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. കണ്ടോ, അപ്പോൾ ഈ ഒരു ഹൈനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു അല്ലേ. അഗെയിൻ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് മാർക്കറ്റ് തന്നിട്ടുള്ളത് അല്ലേ. CH ആണ് മാർക്കറ്റ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അഗെയിൻ മാർക്കറ്റിലെ ഡിമാൻഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എവിടെയാണ്, ഇവിടെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഒരു ഡിമാൻഡ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെയാണ് മേജർ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. സോ അതിനുശേഷം മാർക്കറ്റ് ഡിപ്പ് ചെയ്തു, പുതിയൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് മാർക്കറ്റ് അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ക്രാഷ്. ഈ ക്രാഷ് എന്ന് പറയുന്നത് ന്യൂസ് ബേസ്ഡ്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം.
അപ്പോൾ ന്യൂസ് എപ്പോഴൊക്കെ മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, എല്ലാ ദിവസവും നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇതിലൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ എന്തെങ്കിലും ബേസ് ചെയ്ത് മാർക്കറ്റ് വീഴാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനത് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു എല്ലാ ദിവസവും നമ്മളിത് അനലൈസ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്കറിയാം എവിടേക്കാണ് എന്തൊക്കെ കാരണം കൊണ്ടാണ് മാർക്കറ്റിൽ അങ്ങനെയുള്ള സിനാരിയോ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ മൂവ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, എവിടെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ന്യൂസിലല്ലാത്ത കണ്ടീഷനിലൊക്കെ. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ പ്രോപ്പറായിട്ടുള്ള, ഇവിടെയാണ് ലാസ്റ്റ് ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എഗെയിൻ മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ച് ചെയ്തു. അതാണ് ന്യൂസ് ബേസ് ചേഞ്ച് ആയിട്ടുള്ളത് അല്ലേ. ഇവിടെ ന്യൂസ് ബേസ്ഡാണ് മാർക്കറ്റ് ചേഞ്ച് ആയിട്ടുള്ളത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ചേഞ്ചിന് ശേഷം മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത് എവിടെയാണ്, ഈ ഒരു ലെവലാണ്. യെസ്, ഈ ഒരു സപ്ലൈ ആണ് ഡെയിലി വീക്കിലി നോക്കുമ്പോൾ ഈ പറയുന്ന ബജാജ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് എന്തുകൊണ്ടാണ്, ഈ പറയുന്ന റീസൺ എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ന്യൂസാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിനുശേഷം മാർക്കറ്റിൽ എന്താണ് റിയാക്ഷൻ, അത്ര ആലോചിച്ചാൽ മതി. സ്ട്രക്ചറിലേക്ക് ഫുള്ളി നമ്മൾ നോക്കരുത്. എപ്പോഴും നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്തൊക്കെ കാരണങ്ങളുണ്ട് എന്നുള്ളതും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. കണ്ടോ, ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ ബിസിനസ് ഡെവലപ്പ് ആവുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, നിങ്ങൾ സിമ്പിളായിട്ട് ലോജിക്കലി ആലോചിച്ച് നോക്കി. ഈ പറയുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇത്രയും ദിവസം മാർക്കറ്റിൽ നല്ല സെൽ ഓഫ് വന്ന ഈ ഒരു സോണിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, പുഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിയറസ്റ്റ് ഇൻറ്റേർണലി മാർക്കറ്റിലൊരു ഡിമാൻഡായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിനെ കൺസിഡർ ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ നിന്ന് ചെറിയൊരു ഫുൾ ബാക്ക് മാർക്കറ്റ് താഴേക്ക് തരാം. നമുക്ക് നോക്കാം ഇവിടെ എന്താണ് കൺഫർമേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. അങ്ങനെയാണെങ്കിൽ ബജാജ് അഗെയിൻ ഈ ഒരു ലെവലിൽ നിന്നും എന്ത് ചെയ്യും, ഈ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്യും. ചിലപ്പോൾ കണ്ടിന്യൂഷൻ ആയിരിക്കും കേട്ടോ, ഇവിടുന്ന് അഗെയിൻ കണ്ടിന്യൂഷൻ വരും. ഇപ്പോൾ റിജക്ഷൻ സോണിലാണ് ബജാജ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ കൺഫർമേഷൻ ടൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പോഴും എക്സിറ്റ് ചെയ്യാൻ ഞാൻ പറയണില്ല, വന്നാൽ മാത്രം. ഓക്കെ, ബജാജിൽ വീക്കിലി നോക്കുമ്പോൾ ഈ ഒരു സോണിലേക്ക് വരാനുള്ള ഒരു ചെറിയ ചാൻസ് നമുക്ക് കാണുന്നുണ്ട്. നല്ലൊരു സെൽ ഓഫ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ചെറിയൊരു ചാൻസ് ഉണ്ട്, അത് മൈൻഡിലിരിക്കട്ടെ. നമുക്ക് കൺഫർമേഷൻ നോക്കിയിട്ട് നോക്കാം. ഇനി നമുക്ക് എസ് ബിയിലേക്ക് വരാം. എസ് ബി നോക്കുമ്പോൾ ഇത് നമ്മളുടെ അറിയാമല്ലോ നിങ്ങൾക്ക്, നമ്മളുടെ ഇലക്ഷനാണ്. അതിന് ശേഷം മാർക്കറ്റിൽ ഡയറക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് നോക്കാം. ഇവിടെ ബ്രേക്ക് ഔട്ട് ഉണ്ട്, അതിന് ശേഷം ഒരു ഡിപ്പോ കാര്യങ്ങളൊന്നുമില്ല, ത്രൂ ഔട്ട് പുഷാണ്. മേജർ ഡിമാൻഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ഇതാണ് കേട്ടോ. മേജർ ഡിമാൻഡിലേക്ക് വന്നിട്ടാണ് ഈ ഒരു ഹൈയിലേക്ക് വന്നത്. ഒറ്റ വീക്കിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണത് അല്ലേ. അപ്പോൾ അതിനുശേഷം നമുക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ലോ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുക. ലോ ടൈം ഫ്രെയിമിൽ നോക്കാം. അപ്പോൾ ഇതിന് ശേഷം മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നു. അതിന് ശേഷം മാർക്കറ്റ് ഇപ്പോൾ ഇതിൻ്റെ ഹൈനും ഈ ലോയിനും ഉള്ളിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എഗെയിൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ട്രെൻഡ് റിവേഴ്സൽ തന്നു. പക്ഷേ ഇതിൻ്റെ സോൺ ഏതാ, ഇത് മേജറായിട്ടുള്ള വീക്കിലി ഡിമാൻഡ് സോണിനടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വീക്കിലി കണ്ടീഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബൈയിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഹൈ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ബൈയിങ് ഇവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഈ പറയുന്ന ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവലിൽ നിന്ന് കൺഫർമേഷൻ എടുത്തിട്ട് മേളിലേക്ക് നോക്കാം. അതിനുള്ളിൽ നമുക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ എപ്പോഴും ഷോർട്ട് ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുക, പിക്ചർ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ ഹോൾഡ് ചെയ്യാനായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. ഇത് മേളിലേക്ക് പോകാനാണെങ്കിൽ ഇതാണ് സപ്ലൈ സോൺ വരാം. ഓക്കെ, സപ്ലൈ ആണ് ഇവിടെ കൺട്രോൾ ചെയ്യണത്. സോ ഇതിലൊരു റീടെസ്റ്റ് വരാനാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, ഇക്വിലിബ്രിയത്തിലേക്ക് വരാം. പക്ഷേ ഇവിടെ നല്ല ഇംബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ആയിരിക്കും മാർക്കറ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ ഓർഡേഴ്സ് ബിൽഡ് ചെയ്ത് പോകണം, എന്നാലല്ലേ ഇൻസ്റ്റിറ്റ്യൂഷനെ മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്ര ആലോചിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, മേളിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെന്തെങ്കിലും ഒരു റിയാക്ഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഡെയിലിയിലേക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ പ്രോപ്പറായിട്ട് ഡെയിലിയിൽ മാർക്കറ്റിൽ നല്ല റേഞ്ച് ഉണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലൊരു ക്യാൻഡിൽ ക്ലോസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻഡിസിഷനാണ്. സോ നമുക്ക് 4 ഹവറിലേക്ക് സ്വിച്ച് ചെയ്ത് ക്ലാരിറ്റി ക്ലിയർ ചെയ്യാം. കണ്ടോ, ഇവിടെ പ്രോപ്പറായിട്ട് എന്തായി, റേഞ്ച് ഉണ്ടായിരുന്നു, ആ റേഞ്ചിനെ ബ്രേക്ക് ചെയ്തതായിട്ട് കാണാം അല്ലേ. നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റേഞ്ച് ബ്രേക്ക് ചെയ്തതായിട്ട് ഇവിടെ കാണാം. ഓക്കെ, ഇനി എന്താണ്, 1 ഹവറിലേക്കൊന്ന് സ്വിച്ച് ചെയ്യാം. 1 ഹവറിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റിന് എന്ത് കിട്ടി, അപ്പ് സൈഡിലേക്കുള്ളൊരു കൺഫർമേഷൻ കിട്ടി. കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. അതിന് മുമ്പ് മാർക്കറ്റ് സപ്ലൈ ആയിരുന്നു കൺട്രോൾ, അവിടെ ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, വൺ ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്തു. കണ്ടോ,
അപ്പോൾ ഇവിടെ 1 ഹവറിൽ ഇവിടെയാണ് എന്തുള്ളത്, ഡിമാൻഡ് സോൺ ഉള്ളത്. സോ 1 ഹവറിൻ്റെ കണ്ടീഷനിൽ വരാനാണെങ്കിൽ എവിടെ വരെ വരാം, ഈ ഒരു ലെവൽ വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പ്ലോട്ട് ചെയ്ത് നോക്കാം നമുക്ക് 1 ഹവറിൻ്റെ കണ്ടീഷനിൽ. എന്നിട്ട് ഇവിടെ 15 മിനിറ്റ് എങ്ങാനും ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ടോ, അല്ലേ? ഇങ്ങനത്തെ സിറ്റുവേഷനിലായിരിക്കുള്ളൂ ട്രെൻഡ് റിവേഴ്സൽ തന്നിട്ട് എഗെയിൻസ്റ്റ് മേളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡെയിലിയിലേക്ക് വരാം. ഇവിടെ ഡെയിലി എന്താ കണ്ടോ, ഇവിടെ പ്രോപ്പറായിട്ട് പറഞ്ഞാൽ വീക്കിലിയുടെ സെയിം സോൺ തന്നെ ഡെയിലി കറക്ഷൻ വന്നിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാം. പക്ഷേ ഇത് റീടെസ്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം, അല്ലേ? ഇവിടെ എന്താണ് റീടെസ്റ്റ് അല്ല, കാരണം ഈ ഒരു ക്യാൻഡലിനെ എബോയോ താഴേക്കോ മാർക്കറ്റ് എന്ത് സംഭവിച്ചിട്ടില്ല, ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പുൾ ബാക്ക് ആയിട്ട് നമ്മൾ ഈ ടൈം ഫ്രെയിമിൽ, ഡെയിലി ടൈം ഫ്രെയിമിൽ കൺസിഡർ ചെയ്യില്ല. സോ അതിനുശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്കിവിടെ കാണാം, നല്ല രീതിയിലുള്ളൊരു പുഷ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കാണാം. സോ ഇനി നമുക്ക് 1 ഹവറിലേക്ക് ഡയറക്റ്റ് പോകാം. 4 ഹവറിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, കണ്ടോ റേഞ്ച് തന്നെയാണ്. 1 ഹവറിലേക്ക് ഡയറക്റ്റ് പോകാം. 1 ഹവറിൽ ഇവിടെ എന്താ സംഭവിച്ചത്, യെസ്, ഇവിടെ ഒരു പുഷ് വന്നു, കറക്റ്റ് ഇക്വിലിബ്രിയം വന്നു, കണ്ടിന്യൂഷൻ. യെസ്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, കണ്ടോ, ഇത് ഒറ്റ പുഷാണ്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, പ്രോപ്പർ ഇക്വിലിബ്രിയത്തിലേക്ക് വന്നു, അടുത്തൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ തന്നു, കണ്ടോ, സിമ്പിൾ. അപ്പോൾ ഡിമാൻഡ് എവിടെയാണ്, ഇവിടെയാണ് ഡിമാൻഡ് സോൺ ഉള്ളത്. 1 ഹവറിൽ കറണ്ട്ലി കൺട്രോൾ ചെയ്യണത് ഡിമാൻഡാണ് കൺട്രോൾ ചെയ്യണം. സോ 15 മിനിറ്റിലേക്ക് രണ്ടുപേരും സ്വിച്ച് ചെയ്ത് നമുക്ക് നോക്കാം. 15 മിനിറ്റിൽ മാർക്കറ്റിൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. കറണ്ട്ലി 15 മിനിറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറണ്ട്ലി 15 മിനിറ്റ് നല്ല പുഷ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലാകാം. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്കിവിടെ കാണാം. ഈ ഒരു സിനാരിയോ മറക്കണ്ട, ഇവിടെ ഒരു പ്രോപ്പർ റിജക്ഷൻ സോൺ ആണെന്നുള്ള കാര്യം മറക്കണ്ട. ഈ ഒരു ലെവൽ എന്തായാലും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊരു പുഷാണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം ഇതാണ് ലോ. 15 മിനിറ്റിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്, 15 മിനിറ്റിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഇവിടെയാണ്. ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റിൽ ഇത് റീടെസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം എന്താണ്, ഈ ക്യാൻഡലിനെ എബോ ക്ലോസ് ചെയ്തിട്ടില്ല, താഴേക്ക് വന്നിട്ടില്ല, അഗ്രസീവ് കണ്ടീഷനിലാണ് നോക്കുക. അതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യണം, നമ്മൾ ക്യാൻഡിൽ ക്ലോസ് തന്നെ ഇപ്പോൾ കൺസിഡർ ചെയ്താൽ മതി. സോ ഇപ്പോൾ ഈ ഒരു ടോട്ടൽ പുഷിൻ്റെ ഇക്വിലിബ്രിയം നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് പ്ലോട്ട് ചെയ്ത് മാത്രം വെക്കുക. ഇപ്പോൾ ഡയറക്റ്റ് ഒന്നും അങ്ങോട്ടേക്ക് നമ്മൾ സെല്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ബജാജ് നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി ഇപ്പോൾ ഈ പുഷ് ചെയ്തിട്ടുള്ള സോണിൽ നിന്ന് ഇൻറ്റേർണലി മാർക്കറ്റ് നല്ലൊരു ബൈങ് അല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ട് ബൈ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നിന്ന് ഒരു കണ്ടിന്യൂഷൻ മേ ബി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ബജാജിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സോ കൺഫ്യൂഷനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എപ്പോഴും. നമ്മൾ അലേർട്ട് ഇടുന്ന സമയത്ത്, ഇവിടെ ഒരു അലേർട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇടുന്ന സമയത്ത് നമ്മൾ അതിൽ മെൻഷൻ ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം അലേർട്ട് നോട്ട് കൺഫേം എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാം. അപ്പോൾ കോർഡിനേറ്റ് ചെയ്തിട്ട് വേറൊരു കൺഫർമേഷൻ കൂടെ നോക്കിയിട്ട് അവിടെ കയറിയാൽ മതി, മനസ്സിലായോ? ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ബൈ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു ഒരൊറ്റ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ 15 മിനിറ്റിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ സ്ട്രോങ് ആണ്, അല്ലേ? ഇവിടെ പ്രോപ്പർ സ്ട്രോങ് ആണ്. ഈ ലെവലിൽ അറിയാലോ, റേഞ്ച് ക്രിയേറ്റ് ചെയ്യല്ലോ. അപ്പോൾ അവിടെ റീടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് SBI ഈ ഒരു സോണിലേക്ക് വന്നാൽ കണ്ടിന്യൂഷൻ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. സോ ഇവിടെ നമുക്കൊരു അലേർട്ട് ഇട്ട് വെക്കാം. സോ ഇവിടെ കൺഫർമേഷൻ എടുത്തിട്ട് നമുക്ക്, അപ്പോൾ എന്തായി, 4 പേരിൽ 3 പേരും നമുക്കൊരു പ്രോപ്പർ അപ്സൈഡ് പ്ലാനാണ് കിട്ടിയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതെല്ലാം കൺഫേം ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രം. ഇതിനൊക്കെ ആ സമയത്ത് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് SBI ബജാജ് കഴിഞ്ഞു. ഇനി ആക്സിസ് നമ്മൾ ഓൾറെഡി പറയുന്ന ഒരാളാണ്, അല്ലേ? ആക്സിസിൻ്റെ നമുക്കിവിടെ അനലൈസ് ചെയ്യാം. ആക്സിസിൻ്റെ വീക്കിലി നമുക്ക് ഓടിച്ചു പോകാം. നമ്മൾ ഓൾറെഡി എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓടിച്ചു പോകാം. ആക്സിസ് ഓൾറെഡി ഇക്വിലിബ്രിയം ആണ്, അല്ലേ? ഈ ടോട്ടലി ഉള്ള പുഷിൻ്റെ ഇക്വിലിബ്രിയം സോണിലാണ് ഉള്ളത്. സോ ഇനി എന്ത് ചെയ്യണം, വീക്കിലി പ്ലാൻ ഈ ഒരു സോണിലേക്ക്, സിമ്പിൾ. ഡെയിലിയിലേക്ക് പോവാം. ഡെയിലിക്ക് ഒരു റേഞ്ച് ഉണ്ടായിരുന്നു, അവിടെ പ്രോപ്പറായിട്ട് ക്യാൻഡിൽ ക്ലോസ് തന്നിട്ടുണ്ട്, അല്ലേ? ഇവിടെ നല്ല റേഞ്ച് ആയിരുന്നു. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 4 ഹവറിലേക്ക് വരാം, ഉണ്ടോ? 4 ഹവറിൽ വരുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇവിടെ ഇതൊരു റേഞ്ചാണ്, ആ വലിയൊരു റേഞ്ചിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി 1 ഹവറിലേക്ക് പോകുമ്പോൾ പിന്നെയും ക്ലാരിറ്റി ആയി, അല്ലേ? കാരണം എന്താ, ഈ ഒരു ലെവലിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുക. 15 മിനിറ്റിൽ ഇവിടെ ഒരു പ്രോപ്പർ റീടെസ്റ്റ് കാണാം, ഒരു ബ്രേക്ക് ഔട്ട് കാണാം.
സോ കണ്ടിന്യൂഷനാണ് നമ്മുടെ ഈ ഒരു പ്ലാനിലേക്കെങ്കിൽ. ഇവിടെ ഒരു പ്ലാൻ കണ്ടല്ലോ, കണ്ടിന്യൂഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ബൈയിങ് ലെവലാണുള്ളത്. എല്ലാവരും കറക്റ്റ് ബൈയിങ് സോണിൻ്റെ അടുത്ത് തന്നെ നിൽക്കാം കേട്ടോ. നിങ്ങൾ ആലോചിക്കാം, നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളെല്ലാം ക്ലബ് ചെയ്യുമ്പോൾ കുറച്ച് താഴേക്ക് വന്നിട്ടല്ലേ, എല്ലാവരും കുറച്ച് താഴേക്ക് വന്നിട്ട് ഇക്വിലിബ്രിയാണ്, എല്ലാവരും മെജോറിറ്റി ഇക്വിലിബ്രിയാണ്. പക്ഷേ ഡിമാൻഡിലേക്ക് എങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പുഷ് ആയിരിക്കും ഉണ്ടാവുക, നല്ലൊരു RR എടുക്കാൻ പറ്റും, നല്ലൊരു ഇമ്പൾസീവ് മൂവും കിട്ടും. ഇക്വിലിബ്രിയത്തിൽ നിന്ന് പുഷ് ചെയ്യണമെങ്കിലും സെയിം കിട്ടും, ഡിമാൻഡായിരിക്കും കുറച്ചും കൂടെ കൺഫർമേഷൻ കിട്ടുക. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഡിമാൻഡ് വരുമ്പോൾ നോക്കിയിരിക്കാനല്ല, ഇവിടെ കൺഫർമേഷൻ കിട്ടി കയറാമല്ലോ. ഇവിടെ LTF കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേളിലേക്ക് നോക്കാം. ഇതാണ് 15 മിനിറ്റ് കാര്യം. ബൈയിങ് സോൺ 2 ബൈയിങ് സോൺ ആണെന്ന് ഇവിടെ, അതെന്തായാലും കൊടുക്കാം അല്ലേ. ഇതാണ് മേജർ ബൈയിങ് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. അഗെയിൻ ഈ ഒരു സോണ് ആണ് ഡിമാൻഡ്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചർ ചേഞ്ച് ആയി, പിന്നെ നമുക്ക് 1 ഹവറിലേക്കൊക്കെ നോക്കി ബാക്കി കാര്യങ്ങളപ്പോൾ പ്ലാൻ ചെയ്യാം. ഇതാണ് ബാങ്ക് നിഫ്റ്റി വെയിറ്റേജ് സ്റ്റോക്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ നിഫ്റ്റിയുടെ കേസിലേക്ക് ആരൊക്കെയാണ് നോക്കാനുള്ളത്, ICICI നമുക്ക് എടുത്തിട്ടുണ്ട്, HDFC എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ബുള്ളിഷാണ് നിഫ്റ്റിനെ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഇനി നമുക്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വരാം. ഇവിടെ റിലയൻസും ഇവിടെ നമുക്ക് ടാറ്റയും നോക്കാം. TCSും റിലയൻസും എന്താണ് അവസ്ഥ, വീക്ക്ലിയിലേക്ക് സ്വിച്ച് ചെയ്യാം. സോ ഇവിടെ റിലയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ് ഓൾറെഡി നമ്മൾ. അതിനുശേഷം അപ്പോൾ ഇവിടെ ന്യൂസ് നമ്മുടെ ഇലക്ഷൻ ഇതാണ്, ഇവിടെയാണ് ഈ ഒരു വീക്കാണ് ഇലക്ഷൻ. സോ അതിനുശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെൻറ്റം വന്നെങ്കിലും നല്ലൊരു ബൈയിങ് ലെവലായിരുന്നു ഇവിടെ അല്ലേ, നല്ലൊരു ബൈയിങ് ലെവലായിരുന്നു. അവിടെ നല്ലൊരു ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ടോട്ടലി ഉള്ള ഈ ഒരു പുഷിൻ്റെ നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഇക്വിലിബ്രിയത്തിന് അടുത്ത് നിന്നാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ. സോ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കറക്റ്റായിട്ട് വരും. ഇവിടെ പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് ഔട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അഗെയിൻ ഇവിടെ പ്രോപ്പറായിട്ടുള്ള ക്യാൻഡിൽ ക്ലോസ് മുകളിൽ കിട്ടണം. അതിവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ. നോക്കാം. അപ്പോൾ ഈ ഒരു ലെവലും ഈ ഒരു ലെവലും ഈ ഒരു ലെവലും ബേസ് ചെയ്തിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. 4 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡെയിലി വരെ ഇല്ലേ. നമുക്ക് ഇനി ടാറ്റ നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് ആളിങ്ങനെ പറക്കണം അല്ലേ, ഔട്ട് ബുള്ളിഷാണ്. ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് എവിടെയാണ്, ഇവിടെയാണ് ബ്രേക്ക് ഔട്ട്, ചെറിയൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ കാണാം അല്ലേ. ഡിമാൻഡായിട്ട് കൺസിഡർ ചെയ്യുക എവിടെയാണ്, ഈ ഒരു സോണാണ് ഡിമാൻഡ് സോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ടോട്ടലി പുഷ് ചെയ്തിട്ടുള്ളതിൻ്റെ ഇക്വിലിബ്രിയം നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലാണ്. താഴേക്ക് വരാനാണെങ്കിൽ വീക്കിലി ഈ ഒരു ലെവലിൽ വരാം, പക്ഷേ ഇമ്പൾസീവായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ നമുക്ക് നോക്കാം. അതിന് കറക്ഷൻ ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഈ പറയുന്ന മൊമെൻറ്റത്തിൻ്റെ കറക്ഷൻ ആയിട്ടില്ല, കണ്ടോ, ഇങ്ങോട്ട് വരേണ്ട കണ്ടീഷൻ ആയിട്ടില്ല. കാരണം എന്താ, ഇത് ഇൻസൈഡാണ്, റേഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ, മനസ്സിലായോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ട സമയമായിട്ടില്ല. ഇവിടെ നിന്ന് ഈ ക്യാൻഡിലിൻ്റെ താഴേക്ക് വന്നാൽ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നേരെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരാം. കണ്ടോ, ഡെയിലി ടൈം ഫ്രെയിം ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് എന്ത് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് തന്ന് അഗെയിൻ ഒരു റേഞ്ചിലാണ് അല്ലേ, ഇവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. യെസ്, കണ്ടോ, ഇവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ എന്നാൽ നമുക്ക് നോക്കാം. ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ എന്താണ്, ലോ ടൈം ഫ്രെയിമിലേക്ക് പോകാം. 4 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യാം. 4 ഹവറിൽ നല്ല കൺസോൾട്ടേഷൻ ഒറ്റ പുഷ്, അതിന് ശേഷം താഴേക്ക് വന്ന് പിന്നെ റേഞ്ച് 1 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യാം. 1 ഹവറിലപ്പോൾ എന്താണ്, കുറച്ച് ക്ലാരിറ്റി വന്നു തുടങ്ങി അല്ലേ. 1 ഹവറിലൂടെ ചെറിയ ട്രെൻഡിൻ്റെ വ്യത്യാസങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ 1 ഹവറിൽ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നു, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു, പിന്നെയും താഴേക്ക് വന്നു. യെസ്, മാർക്കറ്റ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടാണ്, ഒരു സൈഡ് വേസിലേക്ക് ആയിരുന്നു മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നത്. കണ്ടോ, ഇവിടെ ഒരു സൈഡ് വേസ് ആയിരുന്നു, ഇവിടെ റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. അഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു, മേളിലേക്ക് പുഷ് ചെയ്തു അല്ലേ. അത് കഴിഞ്ഞിട്ടൊരു സെൽ ഓഫ് മാർക്കറ്റിൽ വന്നു. അപ്പോൾ നേരത്തെ മാർക്കറ്റ് പുഷ് ചെയ്ത സെയിം സോണിലേക്ക്, സെയിം ഡിമാൻഡ് സോണിലേക്ക് വന്നു. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അഗെയിൻ പുഷ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പ്രോപ്പറായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക, ഒരു ബൈയിങ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാം ലൈൻസിൽ, ഈ ഒരു ലെവലിൽ നിന്നല്ല. ഇതിപ്പോൾ നമ്മൾ 1 ഹവർ വരെയാണ് വന്നത്. സോ ഇനി നമുക്ക് റിലയൻസ് അല്ല, ടാറ്റ കേട്ടോ, സോറി, റിലയൻസിലേക്ക് നമുക്ക് വരാം. അപ്പോൾ റിലയൻസ് നമുക്കൊരു 1 ഹവറിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. യെസ്, റിലയൻസ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്ത് നിൽക്കുകയാണ്, ഇതൊരു റേഞ്ചാണ്, പ്രോപ്പറായിട്ടൊരു എവിടെ നിന്നാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയാലോ, മേജർ പുഷ് ബൈയിങ് സോണിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ പ്രോപ്പറായിട്ട് 15 മിനിറ്റിൽ മാർക്കറ്റ് ഇവിടെ എന്താണ്, ഒരു ബ്രേക്ക് ഔട്ട് തന്നു. എഗെയിൻ ഒരു ട്രെൻഡ് റിവേഴ്സൽ സപ്ലൈ ബ്രേക്ക് ചെയ്തു. അപ്പോൾ എവിടെ പ്ലാൻ എടുക്കുക, ഇത് ഇവിടെയാണ് പ്ലാൻ. സോ
നമ്മൾ കോർഡിനേറ്റ് ചെയ്ത പോലെ ബാങ്ക് നിഫ്റ്റി കോർഡിനേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്ന് അഗെയിൻ ഈ ഒരു ലെവലിലേക്ക് വരാം, കണ്ടിന്യൂഷൻ. സോ പ്ലോട്ട് ചെയ്ത് നോക്കാം, അലേർട്ട് സെറ്റ് ചെയ്ത് നോക്കാം, ഇത്രയുള്ളൂ പരിപാടി. ഇതാണ് ഫസ്റ്റ് കണ്ടീഷനെ. ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു എനിക്ക് അല്ലേ. അഗെയിൻ ഇവിടെ നിന്നാണ് ബൈയിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ലെവൽസ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾക്ക് 15 മിനിറ്റിൽ പെട്ടെന്ന് തന്നെ റിലയൻസിൽ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിലോ, അടുത്ത കണ്ടീഷനിൽ 1 ഹവറിൽ ഹയർ ഹൈ. ഓക്കെ, ഇതാണ് അടുത്തൊരു ബ്രേക്ക് ഔട്ട് ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുക അല്ലെ, ഈ ഒരു ലെവൽ. സോ ഇതിൻ്റെ വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കണ്ടിന്യൂഷൻ, ഇനിയും മാർക്കറ്റ് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ 15 മിനിറ്റിൽ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്ന് മാർക്കറ്റ് വന്നേക്കാണ്. സോ ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓക്കെ ബ്രേക്ക് ഔട്ടാണ് ഇവിടെ നോക്കാൻ പറ്റുക. ഇതൊറ്റ പുഷാട്ടോ, കണ്ടോ, ഇമ്പൾസീവാണ്, നല്ല അഗ്രസീവായിട്ട് പോകുന്നുണ്ട്. സോ 4549 എന്നുള്ള ഈ പ്രൈസിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ ഒരാളെ നമുക്ക് ബുള്ളിഷായിട്ട് ഒരു ബുള്ളിഷ് വ്യൂയിലേക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുവരെ ഒന്നും നോക്കാനില്ല. ഇവിടെ ഒരാൾക്കാണ് നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നിൽക്കുന്നത്. നമ്മൾ ഏത് ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കണ്ട, 15 മിനിറ്റിലേക്ക് താഴേക്ക് നമ്മൾ ഹൈ ടൈം ഫ്രെയിം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അതെപ്പോഴും ഫോക്കസ് ചെയ്യുക. 5 മിനിറ്റ് 2 മിനിറ്റും പോയിട്ട് ഇവിടെ ചിലപ്പോൾ അപ്പും ഡൗൺ ഒക്കെ ഉണ്ടാവും, അതൊന്നും കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മളെ ഹൈ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ് എബോവാണ് നമ്മൾ ഇൻട്രാഡേയിലേക്ക് നോക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് നോക്കാനുള്ള ആരാണ്. സോ ടു സ്ട്രോങ് നിഫ്റ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ പുഷ് ചെയ്തതെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാണല്ലോ. ഈ സ്റ്റോക്കുകളൊക്കെ വളരെ അഗ്രസീവായിട്ട് അല്ലേ, ഒരു ബ്രേക്ക് ഔട്ട് തന്ന് പിന്നെ അങ്ങനെ പോവാണ്. പിന്നെ എങ്ങനെ നിഫ്റ്റി മൂവ് ചെയ്യാതിരിക്കുക. സോ വീക്കിലി നോക്കുമ്പോൾ ടു സ്ട്രോങ് ആണ് ഇവർ രണ്ടുപേരും, നല്ല അഗ്രസീവായിട്ട് പോവാണ്. നമുക്കപ്പോൾ ഡെയിലിയിലേക്കൊന്ന് സ്വിച്ച് ചെയ്യാം, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഡെയിലിയിലേക്ക് കിട്ടാനുള്ളൂ. യെസ്, ഇവിടെ ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഉണ്ടോ, ഡെയിലി ബ്രേക്ക് ഔട്ട് തന്നിങ്ങനെ നിൽക്കുകയാണ്. ആണ് ബാങ്ക് നിഫ്റ്റി അതേപോലെ പുഷ് ചെയ്യുന്നതിൻ്റെ റീസൺ. സോ ഇവിടെ ബ്രേക്ക് ഔട്ട് തന്ന് നിൽക്കുകയാണെന്ന് വെച്ചാൽ അല്ല, ബ്രേക്ക് ഔട്ട് തരാനുണ്ട്. യെസ്, നോക്കുകയാണെങ്കിൽ 4 ഹവറിലേക്കും സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. റേഞ്ച് ആട്ടോ, ഇത് അക്യുമുലേഷനാണ്. ഓക്കെ, ബ്രേക്ക് ഔട്ട്. അപ്പോൾ ഇങ്ങനെ സ്ട്രക്ചർ ഇല്ലാത്ത കണ്ടീഷനിൽ തോന്നുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. 4 ഹവറിൻ്റെ കണ്ടീഷനിൽ നിങ്ങൾ നേരെ അടുത്ത ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുക. അവിടെ എന്താണ് കണ്ടീഷൻ നോക്കുക. യെസ്, ഇവിടെ 1 ഹവറിൽ വന്നപ്പോൾ കറക്റ്റ് കാര്യം കിട്ടി, കണ്ടോ. ഇവിടെ നമുക്ക് 1 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യാം, കണ്ടോ. ഇവിടെ 1 ഹവർ ക്ലാരിറ്റി ഇല്ല, നേരെ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇവിടെ ഡയറക്ഷൻ നോക്കാം. ഓക്കെ, കറന്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കുക. ഇവിടെ നമുക്ക് പറയാനായിട്ട് എന്താണുള്ളത്, ബ്രേക്ക് ഔട്ട്. എഗെയിൻ അടുത്ത ഡിപ്പിൽ നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഇത്രയും എല്ലാവരും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയല്ലേ, ഇനിയും അത് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ട്രയൽ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഫണ്ടമെൻറ്റൽസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കാര്യമായിരിക്കും. ഇപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് ഇൻഫോസിസ് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ട് എന്താണ് ബ്രേക്ക് ഔട്ട് വന്നു. എഗെയിൻ ഇവിടെ പ്രോപ്പറായിട്ട് ട്രെൻഡ് റിവേഴ്സലും തന്നു. സോ ടോട്ടലി നോക്കുമ്പോൾ നല്ലൊരു 1 ഹവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഇവിടെയാണ് കേട്ടോ. 1 ഹവറിൽ ഡിമാൻഡ് ഇവിടെയാണ്. ഇക്വിലിബ്രിയം നോക്കുകയാണെങ്കിൽ അടുത്തൊരു ബൈയിങ് ലെവൽ ഇവിടെയാണ്. ചെറിയൊരു ഡിപ്പ് ഇവിടെ നമുക്ക് കാണാം. എല്ലാത്തിലും ചെറിയൊരു ഡിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചോട്ടെ. എല്ലാത്തിലും ചെറിയൊരു മൊമെൻറ്റം താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നാളെ അടുത്ത ദിവസം നല്ല ബുള്ളിഷായിട്ട് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറയണത് അല്ലാത്ത കണ്ടീഷനിൽ കൺഫർമേഷൻ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾ എന്തായാലും. ഓക്കെ, 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പ്രോപ്പർ ബ്രേക്ക് ഔട്ട്. അപ്പോൾ 1 ഹവറിലേക്ക് ഇവിടത്തോളം വരാനുണ്ട്. 15 മിനിറ്റിൽ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ബൈയിങ് കൺസിഡർ ചെയ്യേണ്ടത് എവിടെയാണ്, 15 മിനിറ്റിലാണ് അല്ലേ. 15 മിനിറ്റിൽ ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് തന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് പ്രോപ്പർ ഒരു 15 മിനിറ്റ് ഡിമാൻഡിലാണ്. എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇവിടെ നിന്ന് നോക്കാം. ഈ ലെവലിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ബൈയിങ് ലെവൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, മനസ്സിലായോ. ക്രോസ് ചെയ്യാത്ത തരത്തിലുള്ള നമുക്ക് ഇവിടെ നിന്ന് LTF എടുത്ത മേളിലേക്ക് നോക്കാം. ഇപ്പോൾ നിൽക്കുന്ന ഒരു ബൈയിങ് സോണാണ്. LTF കൺഫർമേഷൻ ടു അപ്സൈഡ്. അടുത്തൊരു സപ്ലൈ എന്ന് പറയാനായിട്ടുള്ളത് എവിടെയാണ്, ഈ ഒരു ലെവൽ. ഈ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂഷൻ നിങ്ങൾ ഇൻട്രാ എടുത്ത് പോകുമ്പോൾ നിങ്ങൾ പ്ലാനിൽ സ്വിച്ച് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്യേണ്ട സ്ഥലം ഇവിടെയാണ്, ഈ ലെവൽ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് കറൻ്റ്ലി. ഇതിലൊറ്റ ബൈയിങ് സോണുള്ള ഇക്വിലിബ്രിയം ഇല്ല അല്ലേ, ഓൾറെഡി ബ്രേക്ക് ചെയ്ത് ഡിമാൻഡിൽ വന്ന് നിൽക്കുകയാണ് ഉള്ളത്. പിന്നെ അതിന് ശേഷമുള്ളത് ഈ ലെവലാണ് കേട്ടോ, താഴെയുള്ള ലെവലാണ്. ഈ ലെവൽ നോക്കാം. പ്ലാൻ നമുക്ക് എന്തായാലും പ്ലോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതിൽ പ്രോപ്പറായിട്ടൊരു അപ്സൈഡ് പ്ലാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഇതിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, 15 മിനിറ്റിൽ സ്ട്രോങ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. എഗെയിൻ ഒരു ബ്രേക്ക് ഔട്ടായിട്ടൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാനാണെങ്കിൽ ഇതാണ് ഒരു ബ്രേക്ക് ഔട്ടായിട്ടുള്ളത്.
അതിൻ്റെ ഒരു ലോ ആയിട്ടൊക്കെ പറയാനാണെങ്കിൽ സ്ട്രക്ചർ ഇവിടെ ബ്രേക്കൗട്ട് വന്നു, എഗെയിൻ ബ്രേക്കൗട്ട് വന്നു, എഗെയിൻ ബ്രേക്കൗട്ട് വന്നു, എഗെയിൻ റീടെസ്റ്റ് വന്നിട്ടില്ല അല്ലേ, അക്യുമുലേഷൻ ആയിരുന്നു. അപ്പോൾ ഡിമാൻഡായിട്ട് പറയാനാണെങ്കിൽ ഇതിൽ പ്രോപ്പറായിട്ടൊരു ഡിമാൻഡ് സോൺ ഇവിടെയാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് കൺഫർമേഷൻ ഇത് കണ്ടിന്യൂഷനിൽ നിൽക്കുകയാണ്. സോ റിജക്ഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ, ഞാൻ കണ്ടിന്യൂഷനിൽ നിൽക്കുകയാണ് കറൻ്റ്. അതുകൊണ്ട് എന്തെങ്കിലും നമുക്കൊരു പ്ലാൻ എടുക്കാനാണെങ്കിൽ മേ ബി താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോഴത്തെ സിറ്റുവേഷനെ ഹൈ ബ്രേക്ക് ചെയ്താൽ അഗെയിൻ ചേഞ്ചസ് ഉണ്ടാവും. എല്ലാത്തിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇക്വിലിബ്രിയം മാറും, സ്ട്രക്ചർ മാറും. അപ്പോൾ അതനുസരിച്ചുള്ള ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത് ഇവിടെയാണ് ഒരു ബൈ സോൺ ഉള്ളത്. സോ എല്ലാവരുടെ പ്ലാൻസും നമ്മൾ നോക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ പ്ലാൻസ് എടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് തന്നെ നല്ലൊരു ധാരണയായിട്ടുണ്ടാവും അല്ലേ, മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് കണ്ടീഷൻ, ഇനി വരുന്ന ദിവസങ്ങളിൽ ഡിപ്പ് ചെയ്തിട്ടൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുമോ അതോ കണ്ടിന്യൂഷൻ പോകുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക കാര്യങ്ങൾ, നമ്മളിപ്പോൾ എന്താണ് എങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ ICCയിൽ എന്ത് സംഭവിച്ചു എഴുതി വെക്കുക, അടുത്തത് കണ്ടു കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഒരു ലെവലിൽ ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം, മാർക്കറ്റ് റിയാക്ട് ചെയ്താൽ മാത്രം മതി അല്ലേ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ നമ്മൾ പറഞ്ഞ കൺഫർമേഷൻസ് അവിടെ കിട്ടിയാൽ എല്ലാവരും പുഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും നമ്മൾ പറയുന്ന പ്ലാനിൽ വർക്കൗട്ട് ആവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും സ്പെൻഡ് ചെയ്യുക, ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക. ഓപ്ഷൻ ബൈയിങ് ആണ്, കാശിട്ടാൽ പെട്ടെന്ന് കാശുണ്ടാക്കുക എന്നുള്ളൊരു ധാരണയിലാണ് നിങ്ങൾ ഇരിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ 90% ആളുകളോളം ഇതിലെന്താണ് സ്റ്റാർട്ടിങ്ങിൽ ലോസ് ഫേസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരേണ്ട ആവശ്യമുണ്ടോ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം. സോ നഷ്ടത്തിലുള്ള കാര്യമാണ്. ഇവൻ ഞാനും എൻ്റെ ജേണിയിൽ ലോസ് ബുക്ക് ചെയ്ത് തന്നെ വന്ന ഒരാളാണ്. ഒരു 2 വർഷത്തോളം കണ്ടിന്യൂസ് ലോസ് കണ്ടു വന്ന ഒരാളാണ്. അപ്പോൾ മനസ്സിലാക്കി ഇതേപോലെ കാര്യങ്ങൾ പഠിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബിഗിനറായിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്റ്റോക്കിൽ ശ്രമിക്കുക. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്റ്റോക്കും കൂടെ ഇതിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യാത്രേ ഉള്ളൂ. എല്ലാവരും നോക്കാം, വർക്കൗട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം.